ഈ വരാൻ പോകുന്ന 2025 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകം തന്നെയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ വരുന്ന ഒരു സെമി ഫൈനൽ പോരാട്ടമെന്ന് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ സാധിക്കും. അതായത് ജനങ്ങൾ എന്ത് തരത്തിലാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സ് ഏതു പാർട്ടിക്കൊപ്പമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കണക്കാക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഓരോ പാർട്ടികളും ഏത് തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് 3 പാർട്ടികളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് നോക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ നിലവിൽ LDF, UDF, BJP ഈ 3 പാർട്ടികൾക്കും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് തരത്തിലുള്ള നേട്ടങ്ങൾ, കോട്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. വെറും മാസങ്ങൾ മാത്രമേ ഇനിയുള്ളൂ. അതായത് ഈ വരുന്ന നവംബറോട് കൂടി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക തന്നെയാണ് കേരളത്തിൽ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ഒരു മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് BJP തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് BJPയിൽ നിലവിൽ ഒരു അഴിച്ചുപണി ഉണ്ടായിരിക്കുകയാണ്. ഈ പറയുന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ പുതിയ അധ്യക്ഷനായിട്ട് വരുന്നു. രാജീവ് ചന്ദ്രശേഖർ നേരിടാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അതൊരു വളരെ വലിയ തോതിലുള്ള പ്ലസ് ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയും വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ എന്തായാലും BJPയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതൊക്കെ തന്നെ എത്രത്തോളം വിജയകരമായി സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇത്തവണ ശരിക്കും പറഞ്ഞാൽ BJP സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമാണോ സംഭവിക്കാൻ പോകുന്നത്, അതോ ഒരു തിരിച്ചടി സംഭവിക്കുമോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യം, BJPക്ക് ഇത്തവണ വളരെ വലിയൊരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാധ്യതകൾ കൂടുതലായി നിലനിൽക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പ്രത്യേകിച്ച് കോർപ്പറേഷന്റെ കാര്യത്തിൽ തന്നെയാണ്. കോർപ്പറേഷൻ സീറ്റുകളിൽ BJP മുന്നിലെത്താനായിട്ടും അതുപോലെ തന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ തൃശ്ശൂരും, ഈ 2 സ്ഥലങ്ങളിലെയും കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായിട്ട് BJPക്ക് സാധ്യത നിലനിൽക്കുന്നതായിട്ടുള്ള കണക്കുകൾ തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJP സംബന്ധിച്ചിടത്തോളം ആകെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് തിരുവനന്തപുരം മാത്രമായിരുന്നു ഈ കഴിഞ്ഞ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ വരെയും. പക്ഷേ ഇപ്പോൾ അത് തൃശ്ശൂരും കൂടി ആയി മാറിയിരിക്കുന്നു എന്നത് അത്ഭുതപ്പെടാനില്ല. കാരണം തൃശ്ശൂരിൽ അവർക്കൊരു MP ഉണ്ടായിരിക്കുകയാണ്. ആ MP ഉണ്ടായതുകൊണ്ട് തന്നെയും അതിനുശേഷം അവിടെ ഉണ്ടായ മാറ്റങ്ങളൊന്നും തന്നെ ചെറുതല്ല. തൃശ്ശൂർ ഭരണം തന്നെ ഈ പറയുന്ന തരത്തിൽ LDFന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് തൃശ്ശൂരിൽ. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ഈ വരുന്ന 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഈ പറയുന്ന തരത്തിൽ BJPക്ക് കോർപ്പറേഷൻ ഭരണം കിട്ടുന്ന തരത്തിലേക്ക് എത്തിയാൽ പോലും അവിടെ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ വിലയിരുത്താനായിട്ട്. അതോടൊപ്പം തന്നെയാണ് തിരുവനന്തപുരത്തെ കാര്യവും. തിരുവനന്തപുരം കോർപ്പറേഷൻ തീർച്ചയായിട്ടും അവിടെ LDFനെ സംബന്ധിച്ചിടത്തോളം അതും ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പല തരത്തിലുമുള്ള ആരോപണങ്ങൾ LDFനെതിരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലനിൽക്കുന്നു എന്നുള്ളത്, മേയർക്കെതിരെയും പലതരത്തിലുമുള്ള ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ തന്നെ അവിടെയും നിലനിൽക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് BJP അവിടെ പ്രതിപക്ഷമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളത് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും തിരുവനന്തപുരത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമുണ്ടാക്കുക എന്നുള്ളത്, തലസ്ഥാനത്ത് ഒരു നേട്ടമുണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് മാറുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയും തിരുവനന്തപുരം BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ നേടുക എന്നുള്ളത് അത്രത്തോളം വലിയൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ BJPയുടെ ഭാഗത്ത് നിന്ന് ഇതിനോടകം തന്നെ മറ്റു 2 പാർട്ടികളെക്കാട്ടിലും മുന്നിൽ BJP ആ ഒരു തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും തിരുവനന്തപുരം, തൃശ്ശൂരും ഈ 2 സ്ഥലങ്ങൾക്കും BJPക്ക്
സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം. ചിലപ്പോൾ അവിടെ ഈ തരത്തിൽ ഒരു നേട്ടമുണ്ടാക്കുന്ന തരത്തിൽ, ഭരണത്തിൽ വരുന്ന തരത്തിൽ, അതായത് കോർപ്പറേഷൻ ഭരിക്കുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തുന്ന സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഈ രണ്ട് സ്ഥലങ്ങളിലും നിലവിൽ LDF ഭരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്ഥലത്തും ഒരു തിരിച്ചടി സംഭവിക്കുകയാണെങ്കിൽ അത് LDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോട്ടം തട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യം ഉറപ്പാണ്. ഇനിയിപ്പോൾ LDF UDFിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് UDF വളരെ വലിയൊരു നേട്ടമുണ്ടാക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ തന്നെ LDFിന് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നൊക്കെ തന്നെയാണ് UDF കരുതുന്നത്. പക്ഷേ LDFിനെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുള്ളത് ഒരു വളരെ വലിയൊരു ചോദ്യം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എങ്കിൽ പോലും പിടിച്ചു നിൽക്കാനായിട്ട് LDFിന് സാധിച്ചെന്ന് വരും എന്നുള്ളതും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ. കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം തന്നെയാണെങ്കിൽ തന്നെയും LDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കൂപ്പുകുത്തലിലേക്ക് കാര്യങ്ങൾ പോകാനായിട്ടുള്ള സാഹചര്യം ഇവിടെ കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും അവർക്ക് ഒരു തിരിച്ചടി ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു തൂത്തുവാരൽ അത് UDFിനെ കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധ്യമാകുക എന്നുള്ള കാര്യം വളരെ അധികം പ്രയാസമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ LDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. പക്ഷേ എങ്കിൽ പോലും തിരിച്ചടികൾ ചില സ്ഥലങ്ങളിലെങ്കിലും അവർ നേരിടേണ്ടി വരുമെന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. UDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു തിരിച്ചുവരവ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയം കാണുക എന്നുള്ളത് അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാനായിട്ട് കൂടുതൽ എനർജി നൽകുന്ന ഒരു കാര്യമാണ്. കൂടുതൽ പോസിറ്റീവായിട്ട് അതിനെ അവർക്ക് സമീപിക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലോട്ട് പിന്നെ കാര്യങ്ങൾ മാറും. അത് LDFിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കൂടുതൽ പ്രയാസകരമായിട്ട് മാറുന്ന ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് തന്നെ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ BJP സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ഘടകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഈ പറയുന്ന തരത്തിൽ തിരിച്ചടികൾ, പലതരത്തിലുമുള്ള തിരിച്ചടികൾ മൂന്ന് പാർട്ടികളിലും സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ LDFിന് ചില സ്ഥലങ്ങളിൽ തിരിച്ചടികൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ UDFിനും ആ ഒരു തരത്തിൽ നിലനിൽക്കുന്നുണ്ട്. BJP സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന തരത്തിൽ നിലവിൽ അവർ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികൾ നിലനിർത്തുക എന്നുള്ളതും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നുള്ളതും BJP സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അതിൽ തിരുവനന്തപുരം അതോടൊപ്പം തന്നെ തൃശ്ശൂർ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് അത് സംശയമില്ല. എന്തായാലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തൃശ്ശൂരിലും സാധ്യതകൾ, അവിടെ ഭരണം പിടിച്ചെടുക്കാനായിട്ടുള്ള സാധ്യത വളരെയേറെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന LDF, UDF, BJP ഈ മൂന്ന് പേരിൽ നോക്കുമ്പോഴത്തേക്കായാൽ പോലും UDFിന് ഒരു ചെറിയ മുൻതൂക്കം കാണുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ പലയിടത്തും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് LDF, UDF തമ്മിൽ. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് LDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പൂർണ്ണ തകർച്ചയിലേക്ക് കാര്യങ്ങൾ വഴിമാറാനായിട്ടുള്ള സാധ്യത കുറവാണ്. പക്ഷേ എങ്കിൽ പോലും ചിലയിടങ്ങളിൽ ചില തിരിച്ചടികൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളും കൂടുതലാണ്. എന്തായാലും കാത്തിരുന്നതിന്റെ കാരണം വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എന്തുതരം ട്വിസ്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോഴത്തേക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ പാർട്ടികളൊക്കെ തന്നെ ഏത് തരത്തിൽ നേരിടുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ എന്തായാലും വ്യക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കാത്തിരിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന ട്വിസ്റ്റുകൾ, അട്ടിമറികൾ, അത് ആരോടൊപ്പമായിരിക്കും ജനങ്ങൾ നിൽക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം.